എന്തായാലും 21 അംഗ ക്യാബിനറ്റിന്റെ ചിത്രം നാളെ ഗവർണർ കൊടുക്കണം. അതിനു മുമ്പായി അത്ര വേഗത്തിൽ വലിയ വേഗത്തിൽ ആ ചർച്ചകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ചെറിയ കല്ലുകടികൾ പല മേഖലയിൽ നിന്നുണ്ടാകുന്നുണ്ട്, ഘടകകക്ഷിയിൽ നിന്നുണ്ടാകുന്നു. നേരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉന്നയിച്ച് രമേശ് ചെന്നിത്തലയായിരുന്നു. അങ്ങനെ രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാൻ ഇന്ന് മാരത്തൺ ചർച്ചകൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്നു. ആദ്യം KC വേണുഗോപാൽ എത്തി, പിന്നീട് VD സതീശൻ എത്തി, ഒടുക്കം K സുധാകരൻ എത്തി. അങ്ങനെ ഒരു ഫോർമുലയിലേക്ക് എത്തുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് ഉറപ്പിച്ചെങ്കിലും തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂടി മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന ഉറച്ച നിലപാടിലാണ് രമേശ് ചെന്നിത്തല ഉള്ളത്. ഒടുവിലായി K സുധാകരൻ രമേശ് ചെന്നിത്തല വീട്ടിലെത്തി സന്ദർശിച്ചു. എല്ലാം ശുഭമായി അവസാനിച്ചെന്നാണ് കരുതുന്നതാണ് K സുധാകരൻ സന്ദർശനത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. എല്ലാം ശുഭമായി അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും മാനമായി ഇത്രയും സമാധാനപരമായി തീർത്ത ആ നല്ല സംഭവമാണിത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുതിയ മുഖച്ഛായ വന്നു. പരിഹരിക്കപ്പെട്ടത് ന്യായമായ എല്ലാ ആളുകളെയും പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. പരിഹരിക്കപ്പെട്ടു എന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാലക്രമേണ തീർത്തു കൊടുക്കും. മേഘ്ന മുരളി ചേർന്ന്. മേഘ്ന മുരളി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ക്ലെയിം ഉയർത്തിയാണ് രമേശ് ചെന്നിത്തല. ആ സ്ഥാനം കിട്ടാതിരിക്കുമ്പോൾ സ്വാഭാവികം ഒരു സേ അവിടെയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. അതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരം ചോദിക്കുന്നു, കൊടുക്കുന്നു. പക്ഷെ ആഭ്യന്തരത്തിന് അപ്പുറത്തേക്ക് തന്നോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രണ്ടുപേർ, IC ബാലകൃഷ്ണൻ, അൻവർ സാദിഖ്, ഇവർക്ക് കൂടി മന്ത്രിസ്ഥാനം ഉറപ്പ് കൊടുക്കണമെന്ന ആവശ്യം, അതിനോട് എത്രത്തോളം അനുഭാവപൂർവ്വമാണ് ഇപ്പോൾ കോൺഗ്രസ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ആ മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പിക്കാനായിട്ടുണ്ടോ? എന്താണ് RC ക്യാമ്പുകൾ ലഭിക്കുന്ന വിവരം? കോൺഗ്രസ് എന്ത് ഫോർമുലയാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ രമേശ് ചെന്നിത്തല തന്റെ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. കാരണം ആഭ്യന്തര വകുപ്പ് മാത്രം പോരാ, തന്റെ കൂടെ നിൽക്കുന്ന MLA കൂടി മന്ത്രിയാക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഒരു ആവശ്യമായി വരുന്നത്. അത് IC ബാലകൃഷ്ണൻ അല്ലെങ്കിൽ അൻവർ സാദത്ത്, ഇവരിൽ ആരെങ്കിലും ഒരാളെ മന്ത്രിയാക്കണമെന്നുള്ളതാണ് ആവശ്യം. അത് എങ്ങനെയാണ് കോൺഗ്രസ് പരിഗണിക്കുക? അതിൽ 5ാം മന്ത്രിസ്ഥാനം ലീഗിന് ഉറച്ചു വേണമെന്നുള്ളത് പറയുന്നു. ലീഗ് അതിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെയെങ്കിൽ എന്ത് തരത്തിലുള്ള ഒരു സമവാക്യത്തിലേക്കായിരിക്കും പോവുക എന്ന് തന്നെയാണ്. അതിൽ അവസാനം അത് മാത്രമല്ല, ഷാനിമോൾ ഉസ്മാൻ വേണമെന്ന് VD സതീശൻ ഗ്രൂപ്പും ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് ഈ അൻവർ സാദത്തിന്റെ കാര്യത്തിൽ വീണ്ടും ഒരു സാങ്കേതിക പ്രശ്നം ഉണ്ടാകും, സമവാക്യങ്ങൾ അടിസ്ഥാനമാക്കിയാണെങ്കിൽ. തീർച്ചയായും ഈ സാമുദായിക സമവാക്യങ്ങൾ അടക്കമുള്ള കാര്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതെങ്ങനെയാണ് കോൺഗ്രസ് ആ ഒരു അനുനയത്തിലേക്ക് വരിക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ആഭ്യന്തരവും വിജിലൻസും ഉറപ്പിക്കുമ്പോഴും അത് സ്വീകരിക്കണമെങ്കിൽ പോലും തന്റെ കൂടെയുള്ള തന്റെ വിശ്വസ്തരായ MLA-മാരെ മന്ത്രിയാക്കണമെന്ന് തന്നെയാണ് രമേശ് ചെന്നിത്തല ഉറച്ചു പറയുന്നത്. കൂടാതെ അതിൽ സംതൃപ്തനാണോ അല്ലെങ്കിൽ സന്തോഷവാനാണോ എന്നുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അത് അങ്ങനെയാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് എന്ന് പറയാൻ ഇതുവരെ രമേശ് ചെന്നിത്തല തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിൽ സുധാകരൻ പറയുന്നത് എല്ലാം ശുഭമായി പരിഹരിച്ചു, അതിൽ ന്യായമായ ആവശ്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതിൽ ചില പോരായ്മകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി സുധാകരൻ പറയുന്നുണ്ട്. അത് കാലക്രമേണ പരിഹരിക്കും എന്നുള്ളതാണ് സുധാകരൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് രമേശ് ചെന്നിത്തല തയ്യാറാകുമോ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉറ്റുനോക്കുന്ന വിഷയം. അങ്ങനെ തയ്യാറാവില്ല എന്നുള്ളത് തന്നെയാണ് രമേശ് ചെന്നിത്തലയുടെ ശരീരഭാഷയിൽ നിന്നടക്കം മനസ്സിലാക്കുന്നത്. കാരണം സന്തോഷവാനാണ്, സംതൃപ്തനാണ് എന്നുള്ള കാര്യം രമേശ് ചെന്നിത്തല പറയുന്നില്ല എന്നുള്ളതാണ്. അതിൽ ഒന്നുകിൽ ഈ ഒരു മന്ത്രിസ്ഥാനം ചോദിക്കുമ്പോൾ അത് ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം എടുക്കേണ്ടി വരും. അത് ലീഗ് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. അതുപോലെ തന്നെ IC ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിലും ഒരാശയക്കുഴപ്പമുണ്ട്. അതിൽ വയനാട്ടിൽ നിന്ന് T സിദ്ദിഖ് മന്ത്രിയാക്കാനുള്ള ചരട് നീക്കം നടത്തുന്നു. അങ്ങനെയെങ്കിൽ എന്ത് ഫോർമുലയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുക എന്ന് തന്നെയാണ് അതിൽ വലിയൊരു ആശയക്കുഴപ്പമായി വരികയും ചെയ്യുന്നത്. അതിൽ ഇനി കുറച്ച് സമയങ്ങൾ മാത്രം. അതിൽ VD സതീശനുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത് ഉടൻ പരിഹരിക്കാമെന്നുള്ളതാണ് VD സതീശൻ രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ ഉറപ്പ്. കൂടാതെ KC വേണുഗോപാൽ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ എല്ലാ ആവശ്യങ്ങളും പരിഹരിക്കപ്പെടും, അത് രമേശ് ചെന്നിത്തലയുടെ വാക്കിന് വിലയുണ്ടാകുമെന്നുള്ളതാണ് KC വേണുഗോപാൽ പറഞ്ഞത്. എന്തായാലും ഹൈക്കമാൻഡിന് ഉടൻ തന്നെ ഒരു ലിസ്റ്റ് നൽകേണ്ടതുണ്ട്. അതിൽ RC ക്യാമ്പിന്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ RC പറയുന്ന ആളുകളുടെ പ്രാതിനിധ്യം എത്രത്തോളം ഉണ്ടാകുമെന്ന് തന്നെയാണ് ചോദ്യചിഹ്നമായി വരുന്നത്. അങ്ങനെ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ എങ്ങനെയാണ് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക? അത് ആഭ്യന്തരം, വിജിലൻസ് എന്നീ വകുപ്പുകൾ മാത്രം. അത് മന്ത്രിസഭയിലെ 2ാമനായി തുടരുമ്പോഴും അതിന് രമേശ് ചെന്നിത്തല തയ്യാറാകുമോ എന്നുള്ളതാണ് ചോദ്യം. അതിന് തയ്യാറായില്ലെങ്കിൽ അത് കോൺഗ്രസിന് വലിയ ഒരു ദോഷമായി വരുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. എന്തായാലും മാരത്തൺ ചർച്ചകൾ നടക്കുന്നു, കൂടിക്കാഴ്ചകൾ നടക്കുന്നു. രാവിലെ VD സതീശൻ വരുന്നു, പിന്നീട് KC വേണുഗോപാൽ, ഇപ്പോൾ K സുധാകരൻ കൂടി കൂടിക്കാഴ്ച കഴിഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും തീരുമാനം ഉടൻ അറിയാമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.